ഗുഡ് ഈവനിങ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കിനി നോക്കാനുള്ളത് പ്രോബ്ലമാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. 2 പ്രോബ്ലം നമുക്ക് ചെയ്യാം കേട്ടോ. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. എനിവേ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. മിസ്റ്റർ യൂസഫ്, ആൻ ഇന്ത്യൻ സിറ്റിസൺ, ലെഫ്റ്റ് ഇന്ത്യ ഫോർ ഫസ്റ്റ് ടൈം ഓൺ 1st April 2023 ഫോർ ജോയിനിങ് ജോബ് ഇൻ ദുബായ്. He came to India on 11th October 2023. Determine his residential status for previous year 2023-24. ഇതാണ് ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഈ മിസ്റ്റർ യൂസഫ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. അയാൾ ഇന്ത്യയിൽ നിന്നും പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? ജോബിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഏപ്രിൽ 1-ാം തീയതിയാണ് പോകുന്നത്. ഓക്കെ, ഏപ്രിൽ 1-നാണ് അയാൾ അങ്ങോട്ട് പോകുന്നത്. ഹി കെയിം ടു ഇന്ത്യ ഓൺ 11th October 2023. അപ്പോൾ അയാൾ വരുന്നത് എന്നാണ് 11th October 2023 അയാൾ വരുന്നത്. അതായത് സെയിം ഇയർ തന്നെ ഒക്ടോബർ 11-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ പറയുന്നത്. ഈ വരുന്ന ദിവസവും പോകുന്ന ദിവസവും ഇന്ത്യയിലായിട്ടാണ് കണക്കാക്കുക. അതായത് ഏപ്രിൽ 1-നാണ് അയാൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നത്, അബ്രോഡ് പോകുന്നത്. അപ്പോൾ അയാൾ ഇന്ത്യയിലായിട്ടാണ് കണക്കാക്കുക. അതുപോലെ തന്നെ ഒക്ടോബർ 11-നാണ് അയാൾ ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ അതും നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? ഇന്ത്യയിലായിട്ടാണ് കണക്കാക്കുന്നത്. സോ ഈ 2 ഡേയ്സ് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ വരുന്ന ദിവസവും പോകുന്ന ദിവസവും ഇന്ത്യയിലായിട്ടുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, എനിവേ, നമ്പർ ഓഫ് ഡേയ്സ് യൂസഫ് സ്റ്റേ ഇൻ ഇന്ത്യ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അതായത് ഇന്ത്യയിൽ അയാൾ എത്ര ദിവസം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 1-4, അതായത് ഏപ്രിൽ 1-ാം തീയതിയാണ് 2023 ഇയാൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. ഇവർ തിരിച്ചു വരുന്നത് എന്നാ? തിരിച്ചു വരുന്നത് ഒക്ടോബർ 11-നാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2023-2024 ഫിനാൻഷ്യൽ ഇയർ ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് നോക്കാം. അതിൽ ഞാൻ പറഞ്ഞു ഏപ്രിൽ 1-ാം തീയതിയാണ് അയാൾ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഏപ്രിൽ 1-ാം തീയതി അയാൾ ഇന്ത്യയിലായിട്ട് ആണ് കണക്കാക്കുക. അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 1-ന് അയാൾ പോയി. 1-ാം തീയതി മാത്രമേ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. 2-ാം തീയതി അയാൾ എവിടെയാണ്? അയാൾ ജോലി ചെയ്യാനാണ് പോയത്. അപ്പോൾ ആ സ്ഥലത്താണ്. 3-ാം തീയതി ഒക്കെ അവിടെ തന്നെയാണ്. മെയ് മാസം അയാൾ അവിടെയാണ്, ജൂൺ മാസത്തിൽ അവിടെയാണ്, ജൂലൈയിൽ അവിടെയാണ്, ഓഗസ്റ്റിൽ അവിടെയാണ്, സെപ്റ്റംബറിൽ അവിടെയാണ്. പിന്നെ അയാൾ വരുന്നത് ഒക്ടോബർ 11-നാണ്. ഒക്ടോബർ 11-നാണ് അയാൾ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ദിവസവും പോകുന്ന ദിവസവും അയാൾ ഇന്ത്യയിലുള്ളതായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഈ വരുന്ന ദിവസം പോകുന്ന ദിവസവും ഇന്ത്യയിലായിട്ടുള്ള കണക്കാക്കുമ്പോൾ ഇവിടെ പിന്നെ ഒരു ദിവസം വരും. അതായത് ഒക്ടോബർ 11-ന് വന്നു. അപ്പോൾ 11-ാം തീയതിത്തെ ഈ ഒന്നാണിത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഒക്ടോബറിൽ എത്ര മാസം ഉണ്ട് എന്നുള്ളതാണ്. ഒക്ടോബറിൽ ടോട്ടൽ എത്ര മാസമാണ് ഉള്ളത്? എത്ര ഡേയ്സാണ് ഉള്ളത്? 31 ഡേയ്സാണ് ഒക്ടോബറിലുള്ളത്. അപ്പോൾ ഒക്ടോബറിലുള്ളത് എത്രയാണ്? 31 ദിവസമാണ് ഉള്ളത്. അപ്പോൾ ഈ 11-ാം തീയതിയാണ് അയാൾ ഇന്ത്യയിൽ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ 10 ദിവസമാണ് അയാൾ അവിടെ നിന്നിട്ടുള്ളത് ഈ ഒക്ടോബർ മാസത്തിൽ. അപ്പോൾ 31 10 പോയാൽ ബാക്കി 21. നവംബറിലുള്ളത് 30 ദിവസമാണ് അയാൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ഡിസംബറിലുള്ളത് 31, പിന്നെ ജനുവരിയിലുള്ള 31, ഫെബ്രുവരിയിൽ 2024 കാര്യം നമ്മളിവിടെ പറയുന്നത്. കാരണം 2024 ഇവിടെ 29 ഉണ്ട്. ഓക്കെ, പിന്നെ മാർച്ചിൽ 31. അങ്ങനെയാണ് ഈ ഒരു 2023-24 കലണ്ടർ വരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അതായത് ഏപ്രിൽ 1-ാം തീയതിയാണ് അയാൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. ഈ ഏപ്രിൽ 1-ന് ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ പോയ ദിവസം അയാൾ ഇന്ത്യയിലുള്ളതായിട്ടാണ് കണക്കാക്കുക. അതിനുശേഷം പിന്നെ അയാൾ വരുന്നത് ഒക്ടോബർ 11-നാണ്. അപ്പോൾ 11-ന് വരുന്ന ദിവസം അയാൾ ഇന്ത്യയിലുള്ളതായിട്ടാണ് കണക്കാക്കുക. ഒക്ടോബറിൽ ടോട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത് 31 ഡേയ്സാണ്. അപ്പോൾ 11 ഒഴിച്ചാൽ ബാക്കി 10 വരുമ്പോൾ ബാക്കി 21 ഡേയ്സ് വരും. പിന്നെ ഓരോ മാസത്തിലും എത്ര ഡേയ്സാണ് വരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. നവംബറിൽ 30, ഡിസംബറിൽ 31, ജനുവരിയിൽ 31, ഫെബ്രുവരിയിൽ 29, മാർച്ചിൽ 30. ഈ ഫെബ്രുവരിയിൽ 29 എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ കലണ്ടർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ഈ ഇയറിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉള്ളതെന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 174 ദിവസമാണ് ഇവിടെ ഉള്ളത്.
ഇത് നമ്മൾക്ക് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 174 ഡേയ്സ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 174 ഡേയ്സാണ് അയാൾ ആ ഒരു വർഷം 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഏത് കണ്ടീഷൻ, അതായത് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്നിട്ട് റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോക്കിയാൽ മാത്രമാണ് അഡീഷൻ. അതായത് റെസിഡൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ എന്ത് നോക്കേണ്ടതുള്ളൂ, അഡീഷണൽ കണ്ടീഷൻ നോക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇയാൾ പോയിട്ടുള്ളത് ജോബിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ജോബിന് വേണ്ടിയിട്ടാണ് അയാൾ ദുബായിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ജോബിന് വേണ്ടിയിട്ട് ദുബായിലോട്ട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എ ഇയർ ഈസ് 182 ഡേയ്സ് ഓർ മോർ ഓർ. അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് അയാൾ പോകുമ്പോൾ എന്തായാലും 182 ദിവസമോ അതിൽ കൂടുതലോ പ്രീവിയസ് ഇയറിൽ ഇയാൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ 182 ദിവസം ഉണ്ടായിട്ടില്ലല്ലോ, 174 ദിവസമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇയാൾ എന്തായിട്ട് പറയാം, നോൺ റെസിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാം. കാരണം ഇവിടെ അയാൾ 182 ദിവസം ഉണ്ടായിട്ടില്ല, 174 ദിവസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സിൻസ് ഹീ ലെഫ്റ്റ് ഇൻ ഇന്ത്യ ഫോർ എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ഹീ ഈസ് ഇന്ത്യ ഫോർ ഓൺലി 174 ഡേയ്സ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. ദസ് ഹീ ഈസ് ആൻ നോൺ റെസിഡൻറ്റ് ഫോർ ദി പ്രീവിയസ് ഇയർ 2023-24. 2023-24 അയാൾ എന്തായിരുന്നു, ഒരു നോൺ റെസിഡൻ്റ് ആയിരുന്നു. കാരണം എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ നമ്മളന്ന് ആ എക്സംഷൻസ് അല്ലെങ്കിൽ ഒരു ജനറൽ റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന്, ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്ന ഒരാളാണ്, എന്തെങ്കിലും ഇന്ത്യൻ ഷിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിന് വേണ്ടിയിട്ടോ പോകുന്ന ഒരാളാണെങ്കിൽ ഈ 182 ദിവസത്തെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് പോരാ എന്നുള്ളത്. ഓക്കെ, അതാണ്. ഇതിപ്പോൾ നമ്മൾ മറ്റേ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. കാരണം എന്താ, ഇയാൾ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ആദ്യമായിട്ടാണ് ദുബായിലോട്ട് പോകുന്നത്. മിസ്റ്റർ യൂസഫ് ഇന്ത്യൻ സിറ്റിസൺ ലെഫ്റ്റ് അണ്ടർ ഓഫ് അസ്റ്റൺ ഫസ്റ്റ് ടൈമാണ് പോകുന്നതെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. April 1 പോകുന്നത് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഓക്കെയാണ്. കാരണം എന്താ, 4 വർഷം ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിലായിട്ട് ഇയാൾ 365 ദിവസം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം ഇയാൾ ആദ്യമായിട്ടാണ് അബ്രോഡ് പോകുന്നത്. അപ്പോൾ ഇത് ഓക്കെയാണ്. പിന്നെ 60 ദിവസത്തിൽ കൂടുതലുണ്ട്, 174 ദിവസം അയാൾ ഇന്ത്യയിലുണ്ടല്ലോ. പക്ഷേ എംപ്ലോയ്മെൻറ്റ് പർപ്പസിനാണ് പോകുന്നത് കൊണ്ട് നമുക്ക് സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എ ഇയർ ഈസ് 182 ഡേയ്സ് ഓർ മോർ. ഈ ഒരു ബേസിക് കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ഇന്ത്യൻ ഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ടാണ് അയാൾ പോകുന്നതെന്നുണ്ടെങ്കിൽ, അതല്ല ഒരു വേൾഡ് ടൂറാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ഇതിനാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. മിസ്റ്റർ രോഹിത് ഏജ് 20 years ലെഫ്റ്റ് ഇന്ത്യ ഫോർ ഫസ്റ്റ് ടൈം ഓൺ May 31, 2023. ഡിറ്റർമൈൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദി previous year 2023-24. If he left India for employment purpose, he left in India on world tour. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മിസ്റ്റർ രോഹിത് എന്ന് പറഞ്ഞാൽ 20 വയസ്സാണുള്ളത്. അതായത് നിങ്ങളുടെയൊക്കെ ഏജാണ് അയാൾക്കുള്ളത്. അയാൾ ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ടാണ് പുറത്ത് പോകുന്നത് May 31, അതായത് May 31, 2023 അയാൾ പോകുന്നത്. അപ്പോൾ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 2023-24. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് അയാൾ എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞു അയാൾക്ക് 20 വയസ്സാണുള്ളത്. അയാൾ ഇവിടുന്ന് ആദ്യമായിട്ട് പോകുന്നത് May 31 2023. നമ്മൾക്ക് കാണാൻ പറഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2023-24 ആണ്. അതായത് 1/4/2023 തുടങ്ങിയിട്ട് 31/3/2024 അവസാനിക്കുന്നൊരു ഫിനാൻഷ്യൽ ഇയറാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, 1/4 മനസ്സിലായില്ല എങ്ങനെ? കാരണം ഇവിടെ 1/4/2023-2024 ഫിനാൻഷ്യൽ ഇയർ അവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എടുക്കേണ്ട ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1/4/2000, അതായത്
ഏപ്രിൽ 1 തുടങ്ങി 2023 ഏപ്രിൽ 1 തുടങ്ങി 2024 മാർച്ച് 31 അവസാനിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറാണ് ഇവിടെ ഉള്ളത്. അത് അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കത് മനസ്സിലായോ എന്നറിയില്ല. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏപ്രിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? 2024 ഇതുവരെയാണ് എന്ത് പറയുന്നത്? 2023 എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഏപ്രിൽ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇയാൾ പോകുന്നത് മെയ് 31 ഇയാൾ ഇന്ത്യയിൽ നിന്നും പോകുന്നത്. ഓക്കെ, മെയ് 31 ഇയാൾ ഇന്ത്യയിൽ പോകുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പോൾ ഏപ്രിൽ എത്ര ദിവസമുണ്ട്? 30 ദിവസമുണ്ട്. മാർച്ച് 31 അയാൾ പോകുന്നത്. അപ്പോൾ 31 വരെയുള്ള ദിവസം നമ്മൾ എടുക്കും. 31 വരെയുള്ള ദിവസം എന്ന് പറയുമ്പോൾ 31-ാം തീയതിയും, കാരണം വരുന്ന ദിവസം പോകുന്ന ദിവസം അയാൾ ഇന്ത്യയിലുള്ളതായിട്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ അല്ലാണ്ട് ജൂണിലോ ജൂലൈയിലോ ഓഗസ്റ്റിലോ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, അതുപോലെ തന്നെ വരുന്ന ദിവസവും ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. ഇവിടെ പോകുന്ന ദിവസം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേതാണ് പറഞ്ഞിട്ടുള്ളതിനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഏപ്രിൽ 30 വരെ ഉണ്ടായിരുന്നു, പിന്നെ മെയ് 31 വരെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ടും എഴുതി. ടോട്ടൽ 61 days ആണുള്ളത്. അപ്പോൾ ഇതിൽ 2 പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ്, അയാൾ എംപ്ലോയ്മെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ വേൾഡ് ടൂറിന് വേണ്ടിയിട്ടും. ഈ എംപ്ലോയ്മെൻറ്റ് പേർപ്പസിന് വേണ്ടി പോകുന്ന ആൾ എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ബേസിക് കണ്ടീഷൻ, അതായത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത ഈ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എ ഇയർ ഈസ് 182 days ഓർ മോർ ഓർ എന്നുള്ള ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇവിടെ ആകെ 61 ദിവസം മാത്രമേ നിന്നിട്ടുള്ളൂ. So, since he left in India for employment purpose, he is India for only 61 days during the previous year. Thus, he is a non-resident for the previous year. അതുകൊണ്ട് അയാൾ എന്താണ്? ഒരു പ്രീവിയസ് ഇയറിൽ അയാൾ എന്താണ്? ഒരു നോൺ റെസിഡൻ്റാണ്. കാരണം ബേസിക് കണ്ടീഷനായിട്ടുള്ള ഫസ്റ്റത്തെ ആ കണ്ടീഷൻ ഉണ്ടല്ലോ, 182 ദിവസത്തെ സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് 182 days ഓർ മോർ എന്നുള്ള ആ ഒരു കണ്ടീഷൻ എന്താ? ബേസിക് കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അയാൾ എന്താ? അതുകൊണ്ട് അയാൾ ഒരു നോൺ റെസിഡൻ്റ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറയുന്നത് വേൾഡ് ടൂറിൻ്റെ കാര്യമാണ്. അപ്പോൾ അയാൾ പോകുന്നത് ഒരു വേൾഡ് ടൂറാണ് പോകുന്നത്. വേൾഡ് ടൂർ പോകുമ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ സിൻസ് ഹീ ലെഫ്റ്റ് ഇൻ ഇന്ത്യ ഫോർ വേൾഡ് ടൂർ പർപ്പസ് ഹീ ഈസ് ഇന്ത്യ ഓൺലി 61 days. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 60 days അത് കൂടുതലോ ഇന്ത്യയിൽ നിൽക്കണം എന്നുള്ളതാണ്. ഇവിടെ അയാൾ 61 ദിവസം നിന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? ഒരു റെസിഡൻ്റ് ആയിട്ട് നമുക്ക് അയാളെ ഇവിടെ കൺസിഡർ ചെയ്യാം. സിൻസ് ഹീ ലെഫ്റ്റ് ഇൻ ഇന്ത്യ ഫോർ വേൾഡ് ടൂർ പ്രൊപ്പോസിങ് ഇന്ത്യ ഓൺലി 61 days ദ പ്രീവിയസ് ഇയർ ഇൻ ഹി കംപ്ലീറ്റ് ബോത്ത് 2 additions. 61 days അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ അയാൾ എന്താണ്? ഒരു റെസിഡൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. റെസിഡൻ്റ് ആണ്. കാരണം എന്താ? 61 ദിവസം അയാൾ നിന്നിട്ടുണ്ട്. 60 ദിവസമോ അതിൽ കൂടുതലോ ആണെങ്കിൽ നമുക്ക് റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇയാൾ പോയിട്ടുള്ളത് വേൾഡ് ടൂറിനാണ്, അല്ലാണ്ട് എംപ്ലോയ്മെൻറ്റ് പേർപ്പസിനൊന്നും വേണ്ടിയിട്ടല്ല. എംപ്ലോയ്മെൻറ്റ് പേർപ്പസിനാണെങ്കിൽ എന്ത് ചെയ്യണം? 182 ദിവസത്തിൻ്റെ ആ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എനിവേ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇയാൾ എന്താണ്? 61 days ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ദിസ് ഹീ കംപ്ലീറ്റ് ബോത്ത് ദ 2 additions. ഇനി നമുക്ക് നോക്കേണ്ടത് ഇയാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് നോക്കണം. റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോക്കുന്നത് എങ്ങനെയാണ്? അറ്റ്ലീസ്റ്റ് 2 out of 10 പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ്, അതായത് തൊട്ട് മുന്നേയുള്ള 10 വർഷങ്ങൾ, അതായത് ഇയാളിവിടെ പോകുന്നത് 2023-24 നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഈ 2023-24 മുന്നേയുള്ള 10 വർഷങ്ങളിൽ, അതായത് 2022, 23, 22, 21, 20 ഇങ്ങനെ പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു 10 വർഷങ്ങളിൽ 2 വർഷം അവർ എന്തായാലും ഇന്ത്യയിലുണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റത്തെ അഡീഷൻ കണ്ടീഷൻ. പിന്നെ ഹീ സ്റ്റേഡ് ഇന്ത്യ ഫോർ 7 വർഷങ്ങളിലായിട്ട് 730 ദിവസം അയാൾ ഇന്ത്യയിലുണ്ടായിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ത്? ലെഫ്റ്റ് ഇന്ത്യ ഫോർ ഫസ്റ്റ് ടൈമാണ് അയാൾ ഇന്ത്യ വിട്ട് പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ
10 വർഷത്തിൽ 2 വർഷം അയാൾ ഇന്ത്യയിലുണ്ടായിരിക്കും, 7 വർഷത്തിൽ 730 ദിവസം അയാൾ ഇന്ത്യയിലുണ്ടായിരിക്കും. കാരണം എന്താ, അയാൾ ആദ്യമായിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ എന്താണ്, thus he complete both the two additions condition, he will be treated as resident and ordinary resident in India. അപ്പോൾ അയാളെ നമുക്ക് റെസിഡൻ്റ് ആയിട്ടും ഓർഡിനറി റെസിഡൻ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതാണ് 2 പ്രോബ്ലം. നിങ്ങൾക്ക് മേ ബി ഇവിടെ ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കറിയാം. കാരണം ഇതെങ്ങനെ ഏപ്രിൽ ഇവിടെ വന്ന് ഇയാൾ മെയ് 31 പോയെന്നുള്ളത്. അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ അയാൾ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാകുമ്പോൾ ഏത് മുതൽ ഏത് വരെയുള്ള ദിവസങ്ങളിലാണ്. അങ്ങനെയാകുമ്പോൾ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ അല്ല. എങ്ങനെയാണ്, ഏപ്രിൽ 1 മുതൽ നെക്സ്റ്റ് ഇയർ മാർച്ച് 31 വരെയുള്ള കേസാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇയാൾ പോകുന്നത് മെയിലാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ മാസം 1-ാം തീയതി. അപ്പോൾ ഏപ്രിലുള്ളത് 30 ദിവസമാണ്, മെയിലുള്ളത് 31 ദിവസമുണ്ട്. കാരണം വരുന്ന ദിവസവും പോകുന്ന ദിവസവും നമ്മൾ എന്തായിട്ട് ഇന്ത്യയിലുള്ളതായിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെയാണ് ഈ 61 ദിവസം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇവിടെ എംപ്ലോയ്മെൻറ്റ് പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ള ഈ ഒരു ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അയാളെ എന്തായിട്ട് റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്, നോൺ റെസിഡൻ്റ് ആണ്. ഇയാൾ എന്തല്ല, ഒരു റെസിഡൻ്റ് അല്ല. കാരണം 182 ദിവസം അയാൾ ഇന്ത്യയിൽ നിന്നിട്ടില്ല. അയാൾ വെറും നിന്നിട്ടുള്ളത് 61 ഡേയ്സ് മാത്രമാണ് അയാൾ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് അയാൾ എന്തല്ല, റെസിഡൻ്റ് അല്ല, നോൺ റെസിഡൻ്റ് ആണെന്ന് തന്നെ പറയാം. നെക്സ്റ്റ് പറയുന്നതാണ് വേൾഡ് ടൂറിന് പോയിട്ടുള്ളത് അയാളാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പോൾ അതിൽ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുമ്പോൾ കറക്റ്റാണ്. കാരണം ഇവിടെ 60 ഡേയ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, അവിടെ 61 ഡേയ്സ് പറഞ്ഞിട്ടുണ്ടേനും. പിന്നെയാണെങ്കിൽ അയാൾ ആദ്യമായിട്ടാണ് അബ്രോഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള 4 വർഷങ്ങളിൽ 365 ദിവസം ഇയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതും ഓക്കെയാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് റെസിഡൻ്റ് ആണോ ഓർഡിനറി റെസിഡൻ്റ് ആണോ ഓർഡിനറി റെസിഡൻ്റ് ആണോ അതോ ബട്ട് നോട്ട് റെസിഡൻ്റ് ആണോ എന്നാണ് പിന്നെ നോക്കേണ്ടത്. അപ്പോൾ ഈ അഡീഷണൽ കണ്ടീഷനിൽ ഈ 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് അയാൾ പുറത്ത് പോകുമ്പോൾ 10 വർഷം അയാൾ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും. 10 വർഷത്തിൽ 2 വർഷം ഓഫ് കോഴ്സ് ഇന്ത്യയിലായിരിക്കും. പിന്നെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പുറത്ത് പോകുന്ന ഒരാൾ ഇവിടെ തന്നെയല്ലേ, ഇന്ത്യയിൽ തന്നെയല്ലേ താമസിക്കുക. മേ ബി സ്റ്റേറ്റൊക്കെ മാറിയിട്ടുണ്ടാകും. കേരളം ചിലപ്പോൾ ഗുജറാത്തോ അല്ലെങ്കിൽ കാശ്മീരോ അല്ലെങ്കിൽ വേറെ പഞ്ചാബോ ഹരിയാന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളായിട്ട് സ്റ്റേറ്റുകളായിട്ട് അങ്ങോട്ടൊക്കെ ജോലിക്കൊക്കെ വേണ്ടി മാറിപ്പോയേക്കാം. പക്ഷേ ഇന്ത്യ വിടുന്നില്ല. ഓക്കെ, അതാണ് അവിടെ പോയിന്റ്. ഓക്കെ, അപ്പോൾ 730 ദിവസം 7 വർഷങ്ങളിലായിട്ട് അയാൾ ഇന്ത്യയിലുണ്ടായിരിക്കും. അപ്പോൾ അയാൾ എന്താണ്, ഒരു റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാം. സിൻസ് ഹി ലെഫ്റ്റ് ഇൻ ഇന്ത്യ ഫോർ വേൾഡ് ടൂർ പർപ്പസ്, ഹി ഈസ് ഇന്ത്യ ഫോർ ഓൺലി 61 days ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ദസ് ഹി കംപ്ലീറ്റ് ബോത്ത് ദ 2 additions condition, he will be treated as resident and ordinary resident in India. എനി ഡൗട്ട്സ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കമൻറ്റൊക്കെ ലൈക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. ഓക്കെ, താങ്ക് യു.